സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ നമ്മൾക്ക് എണീപ്പാൻ തക്കണം കർത്താപ്പച്ചൻ ഇടയാക്കിയ ആ വൻ കൃപകൾക്കായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നുപോയി, എത്രയോ പേര് കിടക്കമേലായി തീർന്നു. കർത്താപ്പച്ചൻ നമ്മളെ ഉള്ളം കരുത്തി വഹിച്ചു, ദൈവക്കുറയെ പൊതിഞ്ഞു, ഉയരത്തിനെ ഞാൻ താൻ നിറച്ചു. ഇതിനൊക്കെ നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അപ്പോൾ ദൈവം എത്ര അതിശയകരമായിട്ടാണ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ണിന് പകരം കണ്ണിൻ്റെ സ്ഥാനത്ത് കണ്ണ്, മൂക്കിൻ്റെ സ്ഥാനത്ത് മൂക്ക്, ലിപ്സിൻ്റെ സ്ഥാനത്ത് ലിപ്സ്, അങ്ങനെ എല്ലാം നല്ല, അതായത് തല മുതൽ പാദം വരെ, കാലിൻ്റെ സ്ഥാനത്ത് കാല്, കൈയുടെ സ്ഥാനത്ത് കൈ, അങ്ങനെ എത്ര ശ്രേഷ്ഠകരമായ രീതിയിലാണ് ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് അറിയാം, നമ്മൾ മുന്നമേ അറിയാം. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് അതിനെക്കുറിച്ചുള്ളത് അറിയാമെന്നുള്ളതാണ്. ഒരാൾ എത്ര നാൾ ജീവിച്ചിരിക്കും, എങ്ങനെയൊക്കെ ആയിരിക്കും, ഇതെല്ലാ കാര്യങ്ങളിലും കർത്താപ്പച്ചന് നേരത്തെ മുൻകൂട്ടി നമ്മളെക്കുറിച്ച് അറിയാം. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എത്ര നാൾ ജീവിക്കുന്നു അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ ബൈബിൾ വായിക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആരാധിക്കണം, നമ്മുടെ ദൈവസന്നിധി കടന്നു പോകണം, ദൈവവചനം വായിക്കണം, കേൾക്കണം. അതേപോലെ ദൈവവചനം എന്ന് പറഞ്ഞാൽ എത്ര വായിച്ചാലും നമുക്ക് മതിയാവത്തില്ല. അത് നമ്മൾ വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. ഒന്നും കളവായിട്ടുള്ള ഒന്നുമില്ല, ഒരു വേർഡ് പോലും ഇല്ല. എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് നമുക്ക് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒരു മനസ്സ് വേണം. ആ മനസ്സ് ആരാ തരുന്നതെന്നറിയോ? ദൈവമാണ് തരുന്നത്. സ്തോത്രം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. സ്തോത്രം. ഈ യോഹന്നാനുണ്ടായ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 22 അധ്യായമുണ്ട്. ഈ 22 അധ്യായം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണിത്. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് അപ്പോസ്തലനായ യോഹന്നാനാണ്. ഇതിൽ അധ്യായങ്ങൾ എത്രണ്ണമുണ്ട്? 22 ഉണ്ട്. ഇതിൽ വാക്യങ്ങളും അതിനകത്ത് വാക്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് 404 വാക്യങ്ങളുണ്ട്. ഇത് എഴുതിയ കാലഘട്ടം AD 75 ഇത് എഴുതിയത്. അതിനകത്ത് പ്രധാന വ്യക്തികളുണ്ട്. അതാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി യേശു, പിന്നെ യോഹന്നാൻ, പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലം പത്മോസ്, ആസ്യ, എഫെസോസ്, സ്മുർണ, പെർഗമോസ്, തുയിതേരിയ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ. ഇത്രയും സഭകളാണ്. ഇത് എഴുതിയ കാലഘട്ടമുണ്ട്, പ്രധാന വ്യക്തികളുണ്ട്. ഇത് എത്രാമത്തെ പുസ്തകമാണ്, അപ്പോൾ ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്, ഇതിലെ അധ്യായങ്ങൾ, ഇതെല്ലാം ഒരു അത് എടുക്കുമ്പോൾ, പുസ്തകം എടുക്കുമ്പം നമുക്കത് നമ്മളൊന്ന് നോക്കും. നല്ലതാണ്, നമുക്ക് അത് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ്. ഞാൻ റിവല്യൂഷൻ ഓഫ് ജോൺ എന്ന് പറഞ്ഞു, യോഹന്നാനുണ്ടായ വെളിപ്പാട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. യോഹന്നാൻ ഉണ്ടായ വെളിപ്പാട് പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ നിന്നാണ് ഞാനെന്നാ പറയാൻ പോകുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, ആരുടെ വെളിപ്പാടാണ്? യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്. അത് വേഗത്തിൽ സംഭവിക്കാനുള്ളത്, തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവത്തിന് യേശുവിന് കൊടുത്തു. അവൻ അത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച്, ആര് മുഖാന്തരം അയച്ചാൽ? ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ ആർക്ക് വെളിപ്പെടുത്തി? യോഹന്നാന് വെളിപ്പെടുത്തി. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകൾ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഉണ്ടോ? സമയം അടുത്തിരിക്കുന്നു. സമയം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഇന്ന് കിട്ടിയ സമയം നാളെ കിട്ടണമെന്നില്ല, നാളെ കിട്ടുന്ന സമയം മറ്റന്നാൾ കിട്ടണമെന്നില്ല. നമ്മൾ ഓരോ സമയങ്ങളിങ്ങനെ മാറ്റി വെക്കുക. ഞാൻ നാളെ പാടാം, ഞാൻ നാളെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിയട്ടെ, 2 ആഴ്ച കഴിയട്ടെ. കിട്ടുന്ന സമയം നമ്മൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുന്നതിൻ്റെ സമയം നമ്മൾ കണ്ടെത്തണം. എന്നാന്ന് വെച്ചാൽ ഇത് നമ്മൾ
നമ്മുടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊരു ദിവസം എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ അത് ഓരോരുത്തരുടെ ആരോഗ്യത്തിനനുസരിച്ച് ഒക്കെ ചെയ്യാൻ സാധിക്കും. അല്ല ഭൗതിക കാര്യം മറ്റുള്ളവർ ചോദിച്ച് എന്നൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ആത്മീയ കാര്യങ്ങൾ നമ്മൾ തന്നെ ഇത് ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അതിൻ്റെ മനസ്സ് ദൈവം തമ്പുരാൻ തരും. വലിയ ജ്ഞാനമൊന്നും വേണ്ട. ബൈബിൾ വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും മനസ്സ് മതി. ആ മനസ്സ് ദൈവമേ എനിക്ക് തരണേ, ദൈവത്തെ സമർപ്പിച്ച് ജീവിച്ച് നോക്കിയേ, ദൈവം അത് തീർച്ചയായിട്ടും തരും. അതുപോലെ അതും അധികം ആ ഭാഗത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ ആസിയയിലെ, അപ്പോൾ ഏത് ആസിയയിലെ, ആസിയ എന്ന് പറയുന്ന യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, 1 2 3 7 സഭകൾക്കും എഴുതുന്നത്. ആകുന്നവനും ആയിരുന്നവനും ആകുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള 7 ആത്മാക്കളുടെ, എത്ര ആത്മാക്കളുടെയാ? 7 സഭകൾ, 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അടുത്തതിനകത്ത് പറയുന്നത് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയെ സമാധാനം ഉണ്ടാകട്ടെ. അപ്പം ആരിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നത്? യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് യോഹന്നാൻ പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമ്മെ സ്നേഹിക്കുന്നവനാരാ? നമ്മുടെ ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നവനുമായിരുന്നു എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. ഉണ്ടോ? പിന്നെ ഇതാ കണ്ടോ, കർത്താവിനെ കുറിച്ച് യോഹന്നാൻ പറയുക, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഇതാ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഉണ്ടോ? അതാണ് ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഉവ്വ് ആമേൻ. ശരിയാണ്, ഉവ്വെന്ന് പറഞ്ഞാൽ ശരിയാണ്, ആമേൻ. നമ്മൾ ബൈബിൾ ഒക്കെ വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു ആമേൻ. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറയും ആമേൻ പറയും. നമ്മൾ ആമേൻ, നമ്മൾ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ആമേൻ എന്ന് പറയുമല്ലോ. അപ്പം ഞാൻ ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും. ഉണ്ടോ? അതാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത്. ആരാണ്? ദൈവമാണ് സൃഷ്ടിച്ചത്. ആദി അന്തം അറിയാവുന്ന ഒറ്റ ഒരാൾ ആരാണ്? നമ്മുടെ യേശു കർത്താവാണ്. ഞാൻ അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ആവണം. ഉണ്ടോ? എന്ന് ആകുന്നവനും ആയിരുന്നവനും വരുവാനിരിക്കുന്നവനെ സർവശക്തി ദൈവമായ കർത്താവിനെ അരുളി ചെയ്യുന്നു. വരുവാനിരിക്കുന്നതിനുമായ സർവശക്തനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇനി അടുത്ത യോഹന്നാൻ കണ്ട ദർശനമാണ്. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഏത് ദ്വീപിലായിരുന്നു? പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നമ്മൾ കർത്താവിനോട് ഒത്തിരിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു നല്ല തീഷ്ണതയുണ്ടാകും. പരിശുദ്ധാത്മാ നിറവലാൻ നിറയ്ക്കാൻ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. പുത്തൻ അഭിഷേകത്താൽ നിറഞ്ഞു നോക്കിക്കേ, ദൈവത്തിൻ്റെ അതായത് ബ്ലെസ്സിങ് പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് പകർന്നു തരുവാൻ ദൈവം നോക്കിയായിരിക്കും. നമ്മളത് മേടിച്ചെടുക്കണം. ദൈവത്തിൽ നിന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അത് പെട്ടെന്ന് വിട്ടു പോകാത്ത രീതിയിൽ അത് കൊണ്ടുപോവുകയും ചെയ്യണം നമ്മൾ. അതുപോലെ കർത്തൃദിവസത്തെ ഞാൻ ആത്മവിശ്വനായി. നീ കാണുന്നത് ഉണ്ടോ? നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതി. അപ്പോൾ ഏതൊക്കെ സഭകളാണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സഭയുടെ കാര്യം. നീ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയിതൈരിയ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പിന്നിൽ നിന്ന് കേട്ടെന്നാ പറയുന്നത്. നിന്നോട് പുറകിൽ നിന്ന് കേട്ടതാ പറയുന്നത്. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു.
തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടോ. അവൻ്റെ തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ട അഗ്നിയാലയ്ക്ക് സമവുമായിരുന്നു. കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ അവൻ്റെ ശബ്ദം, അവൻ്റെ കാലിൻ്റെ കാല് ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും. അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. എന്നിട്ട് അവൻ്റെ വലം കൈ, ഇടം കൈയിലല്ല, വലം കൈയിൽ 7 നക്ഷത്രങ്ങൾ. എത്ര നക്ഷത്രങ്ങളായിരുന്നു? 7 നക്ഷത്രങ്ങളുണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെട്ടു വന്നിരുന്നു. അവൻ്റെ മുഖം മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നല്ല പ്രകാശമില്ലേ, അതുപോലെയായിരുന്നു. ഇനി അടുത്തത് ഈ 7 സഭകളെക്കുറിച്ചാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഇടം കൈയല്ല വലം കൈ എൻ്റെ മേൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവൻ. അപ്പോൾ യേശു ക്രിസ്തു ആരാ? അന്ത്യനാണ്, ജീവനുള്ളവനാണ്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരിച്ചു ഉയർത്തെഴുന്നേറ്റാണ് സ്വർഗ്ഗത്തിലിരിക്കുന്നത് നമുക്ക് വേണ്ടി. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. നമ്മൾ മരിക്കും, നമ്മുടെ ആത്മാവ് ആണ് ദൈവത്തിന് വേണ്ടുന്നത്. ഇത് ഈ ബോഡി ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ഉള്ളിലുള്ള ആത്മാവുണ്ട്, അതിനെ മതി ദൈവത്തിന്. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പിന്നെ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. അപ്പം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ആരുടെ വശമുണ്ട്? എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ വലം കൈ കണ്ട 7 നക്ഷത്രങ്ങളുടെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, 7 പൊൻനിലവിളക്കുകളുടെ വിവരവും എഴുതുക. 7 നക്ഷത്രങ്ങൾ, 7 സഭകളുടെ ദൂതന്മാർ. 7 സഭകളുടെ ദൂതന്മാരാണ് 7 നക്ഷത്രം. 7 നിലവിളക്കുകൾ 7 സഭകളും ആവുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ ദൈവമക്കൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായമൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. നമുക്കിത് വായിക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തേ നോക്കി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളെ ദൈവം ജയത്തോടെ നടത്തും. ആത്മീയതയിലും ഭൗതികതയിലും ഒക്കെ കുഞ്ഞുങ്ങൾ മുന്നേറി ജീവിക്കണം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കണോ ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ചെയ്യാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ എന്നോർത്തും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിച്ചോളാം. സ്തോത്രം.